Yes, good afternoon. Good afternoon, sir. Okay, good afternoon. Okay, good afternoon, Joby Mod. Arabichello, let us start. ആരംഭിക്കാം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് എവിടെയായിരുന്നു? അനൂപെ ഒന്ന് പറഞ്ഞ് നമ്മൾ എവിടെ നിർത്തിയത്? യെസ്. ഓക്കെ. സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ കറക്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞത്. ഓക്കെ. സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസ് ആണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് വരെ ടെൻസ് സ്ട്രക്ചർ പറഞ്ഞു. അതിൽ സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചർ വരെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഓക്കെ, ഇന്ന് നമുക്ക് പറയാനുള്ളത് പ്രസന്റ് കണ്ടിന്യൂസിനെ കുറിച്ചാണ്. പ്രസന്റ് കണ്ടിന്യൂസ്. നമുക്കറിയാം പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന വാചകത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ആദ്യം സബ്ജക്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞതിന് ശേഷം ഈസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആം ഉണ്ടാവും, അല്ലെങ്കിൽ ആർ ഉണ്ടാവും. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ing. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, വെർബ് പ്ലസ് ing. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രസന്റ് കണ്ടിന്യൂസ് ആയ ഒരു വാചകത്തിന്റെ പാസീവ് വോയിസ് നമുക്ക് എഴുതണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഓബ്ജക്റ്റ് എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ആദ്യം ഓബ്ജക്റ്റ് കഴിഞ്ഞാല് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. യെസ്. അത് കഴിഞ്ഞു കഴിഞ്ഞാല് ബീയിങ്, BEING, ബീയിങ്. അത് കഴിഞ്ഞിട്ട് വെർബ്, ആ വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം നമ്മൾ ഓബ്ജക്റ്റ് എഴുതുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് പ്രസന്റ് കണ്ടിന്യൂസ് പറഞ്ഞതാണോ സൂര്യ? അത് പറഞ്ഞതാണ്. പാസീവ് വോയിസ് ഓഫ് പ്രസന്റ് കണ്ടിന്യൂസ് പഠിപ്പിച്ചതാ. യെസ്. അതിനകത്ത് നമ്മൾ ലാസ്റ്റ് ചെയ്ത എക്സസൈസ് ഏതായിരുന്നു? അതിനകത്ത് എക്സാമ്പിൾസ് ആണ് നമ്മൾ ലാസ്റ്റ് ചെയ്തത്. ഐ റീഡ് ന്യൂസ് പേപ്പർ എവരി ഡേ. അത് ചെയ്തായിരുന്നു. അല്ല, അത് മറ്റേതായിരുന്നു. ഇതാണ് ചേഞ്ച് ഇൻ ടു ഡിഫറെന്റ് ടെൻസസ് എന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കിയത്. അല്ല, അതിനു മുന്നേ ഒരു ദിവസം പഠിപ്പിച്ചായിരുന്നു. യെസ്. അന്ന് നമ്മൾ ചെയ്ത ലാസ്റ്റ് എക്സസൈസ് എന്ന് പറയാമോ? ലാസ്റ്റ് എക്സസൈസ് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് അതിന്റെ ചെയ്തത് വി ആർ വാഷിംഗ് ദ റൂം എവരി മോർണിംഗ്. ഓക്കെ. അതല്ല ലാസ്റ്റ് നമ്മൾ ചെയ്തത്. ഓക്കെ. ശരി, സമ്മതിച്ചു. ഓക്കെ. ഇനി അതിന്റെ അകത്ത് നിങ്ങളത് മനസ്സിലാക്കിയിരിക്കാം. നമ്മൾ പറഞ്ഞു ആദ്യം നമ്മൾ ഓബ്ജക്റ്റ് എഴുതുന്നു, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ബീയിങ് എഴുതുന്നു, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ എഴുതുന്നു. ഓക്കെ, അത്രയുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. യെസ്, അതിന്റെ എക്സസൈസുമാണ് നമ്മൾ ചെയ്തത്. അതില് ഞാൻ ഇനി പറയുന്ന വാചകം നമ്മൾ ചെയ്തത് അതൊന്ന് നോക്കാം.
Is anyone teaching me now? Is anyone teaching me now? ഇല്ലല്ലോ. ഇല്ല, അത് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓട്ടെ, ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ഓക്കെ ഓക്കെ ഓക്കെ. അതായത് നമ്മൾ പറഞ്ഞത് പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ ചെയ്തു. പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ ഓക്കെ ഓക്കെ വർഷ, ഓക്കെ 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 ഓക്കെ. പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ അത് പാസീവ് വോയിസ് നമ്മൾ പറഞ്ഞു. ആദ്യം നമ്മൾ ഓബ്ജക്റ്റ് എടുക്കുന്നു. ഓബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെർബ്, അത് കഴിഞ്ഞ് ബീയിങ്, അത് കഴിഞ്ഞ് വെർബ്, വെർബിന്റെ പാസീവ് പാർട്ടിസിപ്പിൾ. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ, ശരിയാണ്. ഓക്കെ, ഇനി ഞാനിവിടെ വളരെ സിമ്പിൾ ആയ ഒരു വാചകം നിങ്ങൾക്ക് ഞാൻ ആദ്യം പറയാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി വേറൊരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കാം. ഓക്കെ, ഐ ആം ഓർഡറിങ് over DERING, ordering a cup of tea. I am ordering a cup of tea. Yes, ഇതിന്റെ പാസീവ് വോയിസ് എന്ന് വരും. ഓബ്ജക്റ്റ് ആദ്യം എഴുതുക. എന്താണ് ഓബ്ജക്റ്റ്? എ കപ്പ് ഓഫ് ടീ. യെസ്, യെസ്, യെസ്. ആ ഓക്കെ, ശരിയാണ്. സൂര്യ കറക്റ്റ് ആണ്. അഞ്ജന കറക്റ്റ് ആണ്. ഓക്കെ 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 ഓക്കെ. യെസ്, ചിഞ്ചു കറക്റ്റ് ആണ്. മേഘ കറക്റ്റ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ ഞാനിത് നിങ്ങൾക്ക് അതൊന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വട്ടം ഒരു എളുപ്പമായിട്ടുള്ള ഒരെണ്ണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ചുകൂടി ആലോചിച്ച് ചെയ്ത കുറച്ച് സെന്റൻസിലേക്ക് കിടക്കാം. ഓക്കെ, അടുത്ത സെന്റൻസ് ആയിരിക്കും. ഈസ് എനിവൺ ടീച്ചിങ് മീ, TEACHING, is anyone teaching me now? NOW. Is anyone teaching me now? Another question mark. Is anyone teaching me now? Is anyone teaching me now?
Yes. ഇതാരും എഴുതാത്തെ? ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, നോക്കിയേ. ഈസ് എനിവൺ ടീച്ചിങ് മീ? മീ ആണ് ഒബ്ജക്റ്റ്. മീ എന്നുള്ളത് ആരെങ്കിലും എന്നെ പഠിപ്പിക്കുകയാകുന്നോ? അപ്പൊ മീ എന്നുള്ള ഒബ്ജക്റ്റ് നമ്മൾ എടുക്കുന്നു. അത് ഇങ്ങോട്ട് വരുമ്പോ ഐ എന്ന് മാറുന്നു. ഓക്കെ 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 ഓക്കെ. ഇത് വെച്ച് മറന്നുപോയാ? ആ ഓക്കെ 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 ഓക്കെ, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഇനി ആരെങ്കിലും? ഒരാളല്ലേ എഴുതിയുള്ളൂ. ആ അനൂപ്, ഓക്കെ, ശരിയാണ്. അനൂപ് ശരിയാണ്. ആ ഓക്കെ, സൂര്യ ശരിയാണ്, ശരിയാണ്. ഇനി ആരെങ്കിലും? ആ മേഘ ശരിയാണ്. ഓക്കെ 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 ഓക്കെ, ശരിയാണ്. ആ ചിഞ്ചു ശരിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ ശരിയായി. ഒരു ചെറിയൊരു സ്റ്റാർട്ടിംഗ് ടൈം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഏതാണ് ഒബ്ജക്റ്റുകൾ കൺഫ്യൂഷൻ വന്നു. പിന്നെ തന്നിരിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. അപ്പൊ ആ ചോദ്യം പോലെ തന്നെ എഴുതണം. നോക്കിയേ. ഈസ് എനിവൺ ടീച്ചിങ് മീ നൗ? ആരെങ്കിലും എന്നെ പഠിപ്പിക്കുകയാകുന്നു? അപ്പൊ ഒബ്ജക്റ്റ് കിട്ടി, മീ കിട്ടി. മീ എന്നുള്ളത് നമുക്ക് ആദ്യം വരുമ്പോ ഐ എന്നാക്കി മാറ്റി. ഐയുടെ കൂടെ ആം. അപ്പൊ ഐ ആം ബീയിങ്. ടീച്ച് എന്നുള്ളതിന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ തോട്ട്. ഐ ആം ബീയിങ് തോട്ട് നൗ നമുക്ക് എഴുതാം. പക്ഷേ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഈ വെർബ് ആദ്യം ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ആക്കിയൊക്കെയാണ്. അപ്പൊ ഈ പാസീവ് വോയിസും വെർബ് ആദ്യം പറഞ്ഞിട്ട് ഒരു ചോദ്യമാക്കി മാറ്റുക. ഇപ്പൊ പാസീവ് വോയിസിൽ വെർബ് ഏതാണ്? ആം. ആം ആദ്യം പറയുമ്പോ ആം ഐ ബീയിങ് തോട്ട് നൗ. ഓക്കെ, ശരിയാണ്. സെയിം മോഡലുള്ള ഒരെണ്ണം കൂടി പറയാം, നിങ്ങളൊന്ന് ആലോചിച്ച്. ആർ ദേ റീഡിങ്? റീഡിങ്, READING. Are they reading newspaper? Are they reading newspaper? Question mark. Are they reading newspaper?
ആ ഓക്കെ ഏരിയ ഓക്കെ 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 ഓക്കെ. അഞ്ജന, അത് ശരിയാണ്, പക്ഷെ അത് ക്വസ്റ്റ്യൻ ആയിട്ടില്ല. നേരത്തെ ചിന്തിച്ചതുപോലെ അത് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്ത് വരും? ഓക്സിലറി വെർബ് ആദ്യം വരും. യെസ്, നേരത്തെ എഴുതിയതുപോലെ വേറെ വ്യത്യാസമൊന്നുമില്ല. ആ ഇപ്പൊ കറക്റ്റ് ആയി. ഓക്കെ വർഷ, ഓക്കെ സൂര്യ. ആ ഓക്കെ മേഘ. ആ ഓക്കെ ചിഞ്ചു. യെസ്, ഇനി ആരെങ്കിലും? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ വേറൊരു മോഡലുള്ളൊരു വാചകം പറയാം, അതൊന്ന് ചെയ്യാം. ദേ ആർ, അടുത്ത സെന്റൻസ്, ദേ ആർ നോട്ട്, എന്നോട്ട് നോട്ട് troubling, TROUBLING, troubling me. They are not troubling me. They are not troubling me. Yes. അപ്പൊ ഈ വാചകം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. യെസ്. They are not troubling me. Me എന്നുള്ളത് നമുക്ക് ഒബ്ജക്റ്റ് ആയിട്ട് കിട്ടി. അത് ഇങ്ങോട്ട് മാറുമ്പോ ഐ ആവും. പിന്നെ ബാക്കി നിങ്ങൾ ചെയ്താൽ മതി. ഒബ്ജക്റ്റ് ആദ്യം എഴുതി, ഈസല്ലെങ്കിൽ ആമല്ലെങ്കിൽ ആർ എഴുതി, വെർബ് എഴുതി, ബീയിങ് എഴുതി, വെർബ് എഴുതി, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതി. ഓക്കെ. ആ അഞ്ജന, ഇത് ക്വസ്റ്റ്യൻ ആയിരുന്നില്ല. നോക്കിയേ, ഇത് ചോദ്യമല്ലല്ലോ.
ചോദ്യമല്ല. അപ്പൊ ആം ആദ്യം പറയണ്ട. സൂര്യ കറക്റ്റ് ആണ്. മേഘ ആ നോട്ട് ആ ബീയിങ്ങിന് മുമ്പിൽ ചേർക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, ചിലപ്പോ ശരിയായി. അപ്പോൾ കറക്റ്റ് ആയത്. ഇനി ആരെങ്കിലും? മേഘ കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ്. അപ്പൊ അതിന്റെ ആൻസർ ഞാൻ ഒന്നുകൂടി പറയാം. ദേ ആർ നോട്ട് ട്രബിളിങ് മീ. ഇത് ക്വസ്റ്റ്യൻ അല്ല, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ സ്റ്റേറ്റ്മെന്റ് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അവരെന്നെ ബുദ്ധിമുട്ടിക്കുകയാകുന്നില്ല. ദേ ആർ നോട്ട് ട്രബിളിങ് മീ. ആരെ? എന്നെ. ഓബ്ജക്റ്റ് കിട്ടി, മീ. അത് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് മാറ്റി കഴിഞ്ഞപ്പോ ഐ എന്ന് മാറ്റി. ഐ അതിലൂടെ ആം വരും. തന്നിരിക്കുന്ന വാചകത്തിൽ ഒരു നോട്ട് ഉണ്ട്. ആ നോട്ട് ഇങ്ങോട്ട് ചേർക്കാം. ഐ ആം നോട്ട് ബീയിങ്. ഇനി ട്രബിൾ എന്നുള്ള വേർഡിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ട്രബിൾഡ്, TROUBLED, ട്രബിൾഡ്. ഓക്കെ, ഐ ആം നോട്ട് ബീയിങ് ട്രബിൾഡ്. ഓക്കെ, ഇനി ഇതേ സെയിം മോഡലുള്ള വേറൊരു വാചകം പറയാം. ഓക്കെ, എഴുതിക്കോളൂ. They are not punishing, PUNISHING, punishing him at present, PRESENT. ഞാൻ ഒന്നുകൂടി പറയാം സെന്റൻസ്. They are not punishing him at present. They are not punishing him at present. ഓക്കെ, ഇതിന്റെ പാസീവ് വോയിസ് എഴുതുക. നേരത്തെ എഴുതിയത് അതേ വാചകം പോലെ തന്നെയാണ്. ഓബ്ജക്റ്റ് ഉണ്ട്, ഹിം എന്നുള്ള ഓബ്ജക്റ്റ് ആണ്. ഓക്കെ, ബാക്കി എഴുതിക്കോളൂ. സുസ്മിത, ഓബ്ജക്റ്റ് ആദ്യം എഴുതുക. ഓക്കെ, സൂര്യ കറക്റ്റ്. സൂര്യ കറക്റ്റ്. ഓക്കെ, അഞ്ജന കറക്റ്റ്. ചിഞ്ചു കറക്റ്റ്. മേഘ കറക്റ്റ്. വർഷ കറക്റ്റ്. സുസ്മിത കറക്റ്റ്. സുസ്മിത, അതിനകത്ത് ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ട്, ഒരു ബീയിങ് വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, സുസ്മിത കൂടി ചേർത്താൽ മതി അതിനകത്ത്. ഓക്കെ, ഇനി വേറൊരെണ്ണം. യെസ്, ഈസ് anybody, ANYBODY, anybody not helping, HELPING,
helping me, me. ഒന്നുകൂടി ഞാൻ വായിക്കാം. Is anybody not helping me? അത് ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾ നോക്കുക, നോട്ട് ഉണ്ട്, വെർബ് ആദ്യം വന്നിരിക്കുകയാണ്. ഓക്കെ, അത് മനസ്സിൽ വിചാരിച്ചിട്ട് ചെയ്ത് നോക്കി. Is anybody not helping me at present? കറക്റ്റ് അഞ്ജന, ശരിയാണ്. പക്ഷെ ആം അവിടെ നിന്ന് മാറ്റി പറയാം, കാരണം ഇത് ക്വസ്റ്റ്യൻ ആക്കണം, അതായത് ചോദ്യം ഉണ്ടായത്. ഓക്കെ സൂര്യ, കറക്റ്റ് ആണ്. മേഘ കറക്റ്റ് ആണ്. ഇപ്പൊ കറക്റ്റ് ആണ് വർഷ. ഓക്കെ സുസ്മിത കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ, അടുത്ത് പറയാം. ഈസ് എനിബഡി, ഇതേ മോഡലുള്ള ചോദ്യം തന്നെയാണ്. ഈസ് എനിബഡി നോട്ട് നോട്ട് ഡിസ്റ്റർബിംഗ്, DISTURBING, disturbing her, her. Is anybody not disturbing her? That's a question mark. Okay. Is anybody not disturbing her? ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ ചോദ്യമാക്കിയില്ല അഞ്ജനാരും. നേരത്തെ ഇതിപ്പോ കറക്റ്റ് ചെയ്തല്ലോ. ഈസ് എനിബഡി നോട്ട് ഡിസ്റ്റർബിംഗ് ഹെയർ എന്നല്ല പറഞ്ഞേക്കണേ. ഈസ് ആദ്യം വന്നേക്കുന്നത്, അപ്പൊ ചോദ്യമായിരിക്കണം. നേരത്തെ ഈസ് എനിബഡി നോട്ട് ഹെൽപ്പിംഗ് ഹെയർ എന്ന് പറഞ്ഞപ്പോ എഴുതിയപ്പോ എങ്ങനെയാണോ അത് തന്നെയാണ് ഈസ് എനിബഡി നോട്ട് ഡിസ്റ്റർബിംഗ് ഹെയർ.
ഓക്കെ സൂര്യ. ഈസ് ഷീ നോട്ട് ബി? ഓക്കെ ഓക്കെ. ചിഞ്ചു ഓക്കെ. സുസ്മിത ഓക്കെ. ഓക്കെ മേഘ, ശരി. റെഡിയാണ്. ഓക്കെ 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 ഓക്കെ. വർഷ കറക്റ്റ് ആണ്. യെസ്. ഇനി ഒന്ന് ആലോചിച്ച് ചെയ്യേണ്ട ഒരു സെന്റൻസ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് ചെയ്യാം. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ ഗ്രാമറിൽ കുറച്ചുകൂടി എക്സ്പെർട്ട് ആണ് ഞാൻ പറയും. തെറ്റാണ്ട് ആരാദ്യം ചെയ്യുന്നത് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. ആദ്യം ഒന്ന് തെറ്റാണ്ട് ചെയ്യാൻ പറ്റും നോക്കാം. നോക്കിയേ, ഈസിൻഡ്, ISN', ഈസിൻഡ്. എനിബഡി, ANYBODY, എനിബഡി. Isn't anybody helping me now? NOW, now. ചോദ്യം ഒന്നുകൂടി ഞാൻ വായിക്കാം. Isn't anybody helping me now? ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം, ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ ഇത് ചോദ്യമാണ്, അതിനോടൊപ്പം തന്നെ നെഗറ്റീവുമാണ്. Isn't anybody helping me now? ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ ഗ്രാമറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവർക്കറിയാവുന്നവർക്ക് സമ്മതിക്കാം. കാരണം ഒന്ന് ചിന്തിക്കേണ്ടി വരും ഇതിനകത്ത്. സ്റ്റാർട്ടിങ്ങിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് സൂര്യ. ഫസ്റ്റ് വേല് ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇത് നെഗറ്റീവ് വാചകത്തിന്റെ സ്റ്റേറ്റ്മെന്റ് മുകളിൽ ഇത് ക്വസ്റ്റ്യനും കൂടിയാണ്. അതുകൂടി ഒന്ന് ചിന്തിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കി. ജോബി മോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് തുടക്കത്തില്, സ്റ്റാർട്ടിങ്ങില്. ഇപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് സൂര്യ. ഫസ്റ്റ് വേയിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങളൊന്നുകൂടി തലയൊന്ന് പോയിക്കൂ. എന്നിട്ടും എങ്ങെത്തുന്നില്ല എങ്കിൽ പറയാ, ഞാൻ പറയാം. വർഷ ശരിയുടെ അടുത്തുകൂടെ പോയിട്ടുണ്ട്, പക്ഷെ ചെറിയൊരു വ്യത്യാസത്തോടെ പറ്റി. ശരിയായിട്ടില്ല ജോബി. നോക്കിയേ, ഈസിൻഡ് നമുക്ക് ഓബ്ജക്റ്റ് കിട്ടിയത് മീ ആണ്.
മീ എന്നുള്ളത് വരുമ്പോ ഐ ആവും. യെസ്. പിന്നെ ബാക്കി അതിന്റെ കൂടെ അതിന്റെ കൂടെ ഏത് വരും എന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം. ഞാൻ പറയണോ? സ്റ്റാർട്ടിങ്ങിൽ ചെറിയ മിസ്റ്റേക്ക് പറ്റിയ സുസ്മിത. യെസ്, ഞാൻ പറയട്ടെ. യെസ്, സ്റ്റാർട്ടിങ്ങിൽ ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. സൂര്യ എന്ന ആൻസറിലോട്ട്. ഓ, വർഷ ആവശ്യമെടുത്തൊന്നും തന്നെ ആമും മീസും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ? യെസ്, ഓക്കെ 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 ഓക്കെ, ശരി, ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ വർഷനെ തന്നെ വിളിക്കുകയാണ്. വർഷ, ഇപ്പൊ തന്നിരിക്കുന്ന സെന്റൻസ് അത് അവിടെ നിൽക്കട്ടെ. ഞാൻ വേറൊരു വാചകം പറയുന്നു. പണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ക്വസ്റ്റ്യൻ ടാഗ് അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ട്. ഞാനൊരു സെന്റൻസ് പറയാം. ആ സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്ന് പറയണം. ഐ ആം നോട്ട് എ സ്റ്റുഡന്റ്, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഞാൻ ഒന്നുകൂടി പറയാം. ഇപ്പൊ നമ്മൾ തന്നിരിക്കുന്ന വാചകം കൊണ്ട് നിൽക്കട്ടെ, അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. ഐ ആം നോട്ട് എ സ്റ്റുഡന്റ്. ഐ ആം നോട്ട് എ സ്റ്റുഡന്റ്. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ശരിയായിട്ടില്ല. ഇങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ ആരോടാ പറഞ്ഞത്? ഐ ആം വർഷനോട് അല്ലെ? വർഷ, ഐ ആം നോട്ട് എ സ്റ്റുഡന്റ്. ഐ ആം നോട്ട് എ സ്റ്റുഡന്റ്, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. അതിന്റെ അർത്ഥം ടാഗ് ക്വസ്റ്റ്യൻ എഴുതാന്നുള്ള. ആ ഡാഷ് ഇട്ട സ്ഥലത്ത് എന്ത് ടാഗ് ആയിരിക്കും എഴുതുക? ഐ ആം നോട്ട് എ സ്റ്റുഡന്റ് എന്നുള്ളതിന്റെ ടാഗ് എന്ത് വരും എന്ന് അറിയാമോ? അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻ എന്ത് വരും എന്ന് അറിയാമോ? ആർക്കെങ്കിലും പറയാമോ? ഐ ആം നോട്ട് എ സ്റ്റുഡന്റ് എന്നുള്ളതിന്റെ ടാഗ് എന്ത് വരും എന്ന് പറയാമോ? ആർക്കെങ്കിലും ടാഗ് ക്വസ്റ്റ്യൻ എന്ത് വരും എന്ന് പറയാമോ? അല്ല, ഈസ് വരില്ല. തന്നിരിക്കുന്ന സെന്റൻസില് സഹായക്രിയ എടുക്കുക. ആം എടുക്കുക, ആം എടുക്കുക, ഈസ് അല്ല. ഐ ആം നോട്ട് എ സ്റ്റുഡന്റ്. ഐ ആം നോട്ട് എ സ്റ്റുഡന്റ്. അത് കറക്റ്റ് ആണ്. അഞ്ചിനത് കറക്റ്റ് ആണ്. ആം ഐ. ഐ ആം നോട്ട് എ സ്റ്റുഡന്റ്, ആം ഐ. കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ കറക്റ്റ് ആയി. ഐ ആം നോട്ട് എ സ്റ്റുഡന്റ്. കാരണം ഇതിനു മുമ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവും, തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഇത് നമ്മൾ നേരത്തെ ടാഗ് ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നോക്കിയേ, ഐ ആം നോട്ട് എ സ്റ്റുഡന്റ്. ഞാനൊരു വിദ്യാർത്ഥി. അപ്പൊ നെഗറ്റീവ് അല്ലേ? നോട്ട് ഉണ്ടല്ലോ, നെഗറ്റീവ് ആണല്ലോ. അപ്പൊ അതിന് ടാഗ് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ അത് എഴുതാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന സഹായക്രിയ ഹെൽപ്പിംഗ് വെർബിനെ പുറത്തേക്ക് എടുക്കുക. എന്താണത്? തന്നിരിക്കുന്ന വാചകം ആം. യെസ്, ആം എടുത്തിട്ട് ഈ നോട്ട് ചേർക്കണ്ട. കാരണം എന്താണ്? തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണ്. അപ്പൊ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ ആം ഐ, ആം ഐ. അത് കറക്റ്റ് ആണ്. ആം ഐ. അപ്പൊ നമുക്ക് അറിയാം ആം ഐ എന്നുള്ളതാണ് അതിന്റെ ടാഗ്. ഇനി ഞാൻ ഈ സെന്റൻസിലൊന്ന് മാറ്റുകയാണ്. മാറ്റിയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞത് ഐ ആം നോട്ട് എ സ്റ്റുഡന്റ് എന്നാണ്. ഞാനതൊന്ന് മാറ്റിയിട്ട് ഐ ആം എ സ്റ്റുഡന്റ് എന്നാക്കി. വർഷം ഐ ആം എ സ്റ്റുഡന്റ്.
അപ്പൊ എന്ത് വരും? ഐ ആം എ സ്റ്റുഡന്റ് കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. അതിന്റെ ടാഗ് എന്ത് വരും? ഐ ആം എ സ്റ്റുഡന്റ് കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. അത് തെറ്റിപ്പോയി അഞ്ജന. വർഷ ആമിന്റെ എഴുതി, അവിടെയും ചെറിയ മിസ്റ്റേക്ക് വന്നു. ആർക്ക് വേണമെങ്കിലും പറയാം. ഐ ആം എ സ്റ്റുഡന്റ് കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. അവിടെ എന്ത് വരും? ക്വസ്റ്റ്യൻ ടാഗ്. ആർക്ക് വേണമെങ്കിലും പറയാം. എനിബഡി? യെസ്. ആരെങ്കിലും തെറ്റിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞു നോക്ക്. യെസ് സുസ്മിത, ദിസ് ഈസ് കറക്റ്റ്. ഇതാണ് കറക്റ്റ്. ഇതാണോന്നല്ല, ഇതാണ്. യെസ്, ഓക്കെ 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 സുസ്മിത, ദിസ് ഈസ് കറക്റ്റ്. ആ, നോക്ക് നോക്ക് നോക്ക്. ഇനി നമുക്ക് സെന്റൻസിലോട്ട് വീണ്ടും വരാം. വെരി ഗുഡ് സുസ്മിത. ഓക്കെ, നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞ വാചകം ഐ ആം നോട്ട് എ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആം ഐ എന്ന് വരും. ഐ ആം എ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ വർഷം എഴുതി ആം പുറത്തേക്ക് എടുത്തു, നെഗറ്റീവ് ആക്കാൻ വേണ്ടി നോട്ട് ചേർത്തു, ആമിന്റെ ഐ എന്ന് പറഞ്ഞു. അതായിരിക്കും നമുക്ക് പെട്ടെന്ന് തോന്നുക. പക്ഷേ ആമിന്റെ ഐ എന്ന് വരുമെങ്കിലും ആമിന്റെ ഐ എന്നൊരു വാക്ക് ഇംഗ്ലീഷിൽ ഇല്ല. അതുകൊണ്ട് എവിടെയൊക്കെയാണോ ആമിന്റെ ഐ എന്ന് എഴുതേണ്ടത് അവിടെ എല്ലാം എന്ത് എഴുതണം? ആറിന്റെ ഐ എന്ന് എഴുതണം. ആറിന്റെ ഐ എന്ന് എഴുതണം. ഓക്കെ, അപ്പോ ഐ ആം എ സ്റ്റുഡന്റ് എന്നുള്ളതിന്റെ ടാഗ് എന്ത് വരും? ആറിന്റെ ഐ എന്ന് വരും. ആറിന്റെ. ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇവിടെ പൂരിപ്പിക്കാൻ. എവിടെ പൂരിപ്പിക്കാൻ? ഈ പാസീവ് വോയിസ് നമുക്ക് ചെയ്യാൻ. ഇത് മനസ്സിലുണ്ടാവണം. ആമിന്റെ എന്ന് പറയുന്ന വേർഡ് വരില്ല, പകരം അവിടെയെല്ലാം ആറിന്റെ ഇതേ വരൂ എന്ന് നമ്മുടെ മനസ്സിലൊരു സംഗതി വെച്ചിട്ട് വേണം ഇത് പൂരിപ്പിക്കാൻ. ഇനി നമുക്ക് പാസീവ് വോയിസിലോട്ട് വരാം. നോക്കൂ, ഇനി നമ്മൾ പാസീവ് വോയിസിലോട്ട് വേണമെങ്കിൽ വരാം. നോക്കിയേ, ഞാൻ ചോദ്യം വായിക്കാം. ഈസിൻഡ് എനിബഡി ഹെൽപ്പിംഗ് മീ. കണ്ടോ? ഈസും നോട്ടും ചേർത്ത് ഈസിന്റെ ആക്കിയിട്ട് ആദ്യം എഴുതിയേക്കുന്നത്. ഈസിൻഡ് എനിബഡി ഹെൽപ്പിംഗ് മീ. ഇപ്പൊ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഓബ്ജക്റ്റ് കിട്ടി. നമുക്ക് എന്ത് കിട്ടി? മീ എന്നുള്ളത് നമുക്ക് ഓബ്ജക്റ്റ് കിട്ടി. അപ്പൊ ഓബ്ജക്റ്റ് നമ്മൾ ആദ്യം എഴുതി. അതിങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഐ എന്നാവും. ഐയുടെ കൂടെ ആം വരൂ, അല്ലെങ്കിൽ ഈസ് വരും, ആറ് വരും, ആം വരും. ഐ ആം. ഇനി നമ്മൾ തന്നിരിക്കുന്ന വാചകത്തിൽ നോക്കിയേ, ഒരു നോട്ട് ഉണ്ടായിരുന്നു. അപ്പോ ഐ ആം നോട്ട് എന്നാക്കണം ഇവിടെ. ഐ ആം നോട്ട്. ഇനി ഐ ആം നോട്ട് ബീയിങ് ഹെൽപ്പ് എന്നുള്ള പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഹെൽപ്ഡ്. ഐ ആം നോട്ട് ബീയിങ് ഹെൽപ്ഡ് നമുക്ക് കിട്ടി. ഇത് നമ്മൾ ഒന്ന് മാറ്റി ചിന്തിക്കുക. നോക്കിയേ, നമ്മളിവിടെ ടാഗ് മോഡൽ ആക്കണം. അപ്പൊ ആം പ്ലസ് നോട്ട് കണ്ടോ? ഐ ആം നോട്ട് എന്നുള്ളത് ആം പ്ലസ് നോട്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യുക? ആമിന്റെ എന്നാണ്. പക്ഷെ അതിന് എങ്ങനെ വേർഡില്ല. ആമിന്റെ എഴുതേണ്ട സ്ഥലത്തൊക്കെ എന്ത് എഴുതണം? ആറിന്റെ ആറിന്റെ. അപ്പൊ ഐ ആറിന്റെ ബീയിങ് ഹെൽപ്ഡ് എന്ന് കിട്ടി. ഐ ആറിന്റെ ബീയിങ് ഹെൽപ്ഡ് എന്ന് കിട്ടി. ഓക്കെ, ഇത് അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ നോക്കുക, തന്നിരിക്കുന്ന വാചകത്തിന്റെ ക്വസ്റ്റ്യനില് ഈസിന്റെ ആദ്യം കൊടുത്തേക്കാണ്. അതുപോലെ പാസീവ് വോയിസിലും ആറിന്റെ ആദ്യം കൊടുക്കുക. അപ്പൊ എന്ത് വരും? ആറിന്റെ ഐ ബീയിങ് ഹെൽപ്ഡ്. ഇതാണ് കറക്റ്റ് ആൻസർ. ആറിന്റെ ഐ. അഞ്ജന മനോജ്, ഓക്കെ 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 ഓക്കെ. ആറിന്റെ ഐ ബീയിങ് ഹെൽപ്ഡ്. ഇത് മനസ്സിലായോ? പരീക്ഷയ്ക്കൊക്കെ ചോദ്യങ്ങൾ വരുമ്പോ ഈ സംഗതിയെ വരുള്ളൂ. കാരണം എന്താണ്? ഇത് വന്നു കഴിഞ്ഞാലേ നിങ്ങൾ തെറ്റിക്കുള്ളൂ. നമ്മുടെ പരീക്ഷയ്ക്കല്ല, സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവിടെയൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾ മക്കളെ പഠിപ്പിക്കുമ്പോഴും
ഈ സംഗതിയെ പരീക്ഷയ്ക്ക് വരുള്ളൂ. കാരണം ഇവിടെ നമുക്ക് തെറ്റുപറ്റി. തെറ്റുപറ്റാൻ സാധ്യതയുള്ള സംഗതിയാണ് പരീക്ഷയ്ക്ക് വരിക. യെസ്, ഇത് മനസ്സിലാവുകയില്ല ആർക്കെങ്കിലും? യെസ്, മനസ്സിലാവുകയില്ല എന്ന് കരുതുന്നു. ഇതാണ് ഇതിനകത്ത് വന്നേക്കുന്ന മാറ്റം. ആമിന്റെ ആണ് അവിടെ വരേണ്ടത്, പക്ഷെ ആമിന്റെ എന്നുള്ള വേർഡ് വരാത്തതുകൊണ്ടാണ് ആറിന്റെ ആയത്. ഇനി ഇതുപോലെയുള്ള വേറൊരെണ്ണം ചെറിയ വ്യത്യാസമുണ്ട്. ഒന്ന് നോക്കിയേ, ഈസിൻഡ്. ചോദ്യം ഇതാണ്, ISN അപ്പോസ്ട്രോഫി T. ഈസിൻഡ് എനിബഡി, ANYBODY, എനിബഡി observing, OBSERVING, observing her, HER, her. ഞാൻ ഒന്നുകൂടി പറയാം, ഈസിൻഡ് ISN അപ്പോസ്ട്രോഫി T, ഈസിൻഡ് എനിബഡി, ANYBODY, എനിബഡി observing, OBSERVING, observing her, HER, her. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഓബ്ജക്റ്റ് കിട്ടിയതിന്റെ ഹെയർ എന്നാണ് ഓബ്ജക്റ്റ്. അത് ഇങ്ങോട്ട് വരുമ്പോ ഷീ ആവും. ഓക്കെ, ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യും. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ? സിമ്പിൾ ആണ്. യെസ്, ആർക്കെങ്കിലും തെറ്റിയാലും കുഴപ്പമില്ല, പറയൂ.
മേഘ ഷീയുടെ കൂടെ എങ്ങനെയാണ് ആറ് വരുന്നത്? അവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയേക്കുന്നത്. അതൊന്ന് കറക്റ്റ് ചെയ്ത്. സൂര്യ വിച്ച് ഇസ് കറക്റ്റ്. ഓക്കെ, നേരത്തെ നമ്മൾ ആറ് വന്നത് മേഘ വന്നത് അവിടെ ഐ ആയതുകൊണ്ട് ആമിന് പകരം ചേർത്തതാണ്. ഓക്കെ, ആമിന് പറയില്ല, അതിന്റെ പകരമാണ് നമ്മൾ ആറിന്റെ ചേർത്തത്. ഇവിടെ നോക്കിയ ഷീ അല്ലേ, അപ്പൊ ആറിന്റെ വരില്ലല്ലോ, അത് ശ്രദ്ധിച്ച്. ഓക്കെ 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 ശരിയാണ് അഞ്ജന. യെസ്. ഓക്കെ, വർഷ ഇപ്പൊ കറക്റ്റ്. മേഘ ഇപ്പൊ കറക്റ്റ്. പിടി കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, വ്യത്യാസം. ഇതിപ്പോ എന്തായെന്ന് അറിയാമോ? ക്വസ്റ്റ്യൻ ടാഗ് ആയിരുന്നത്, അതിന്റെ പാസീവ് വോയിസ് ആക്കാം. അങ്ങനെ എഴുതണ്ട. അത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അത് ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോഴാണ് ഇത് നമ്മൾ പാസീവ് വോയിസ് ആണ്. അതേ മോഡൽ എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ആദ്യം വരും, ഈസിന്റെ ആദ്യം കയറി വരും. ഓക്കെ, അനൂപിനെ കുത്താൻ നേരം കണ്ടില്ല. യെസ്. ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണം അനൂപ് എഴുതിയിട്ടുണ്ടായിരുന്നു, പിന്നെ കണ്ടില്ല. സാറേ കേൾക്കുന്നുണ്ടായിരുന്നു. ഓക്കെ 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 ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോകുമ്പോഴാണല്ലേ എനിക്ക് പറയാനൊരു ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ഓക്കെ 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 യെസ്. അപ്പോ ഇതിന്റെ അകത്ത് ഒന്ന് രണ്ട് ബുദ്ധിമുട്ടുള്ളത് കൂടി ഉണ്ട്. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം പാസ്റ്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറയുന്നു. ആദ്യം പ്രസന്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസ് നമ്മൾ നോക്കിയപ്പോ ആദ്യം ഒബ്ജക്റ്റ്, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, അതിനുശേഷം ബി, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, വെർബിന്റെ പാർട്ടിസിപ്പിൾ. സിമ്പിൾ ആയിട്ട് എഴുതുമ്പോൾ അതൊക്കെയാണ്. പിന്നെ ഈസ് ആദ്യം വരുന്നുണ്ടാവാം, ആറിന്റെ ആദ്യം വരുന്നുണ്ടാവാം, ചോദ്യമായിട്ടുള്ളത് ഉണ്ടാവാം, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവാം. അതെങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലൊന്ന് കരുതി വെക്കുക. ഓക്കെ ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ ഓക്കെ ഓക്കെ.